ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ്. ഇപ്പോൾ രാവിലെ ഒരു 6 മണി 6:15 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് രാവിലെ 9 മണിക്കത്തെ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ എന്ന് പറഞ്ഞ സായിപ്പലയുടെ സിനിമ. കരഞ്ഞു പോകും, അത് വേറെ കാര്യം. പക്ഷേ സ്വീകരിക്ക് ഇത് കാണുമെന്ന് നിർബന്ധം. രാവിലെ 9 മണിക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എനിക്കപ്പം രാവിലെ ഇപ്പം വന്നിട്ട് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ലഞ്ച് വലുതായിട്ടൊന്നുമില്ല, ഒരു തോരനും ഒരു അച്ചതും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ തോരന് വേണ്ടിയിട്ട് ചീരയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ നല്ല ലഞ്ചായിരുന്നു. ഇന്നലെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് സിമ്പിളായിട്ട് അതുകൊണ്ട് ലഞ്ച് ഞാൻ വിചാരിച്ചു അങ്ങനെ മതിയെന്ന്. പിന്നെ രാവിലെ ചപ്പാത്തിയും ഒരു ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് കുറുമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങയെല്ലാം തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം നടക്കാൻ പോട്ടെ. മോർണിംഗ് ഷോയ്ക്ക് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പോകാം. രാവിലത്തെ ഇത്ര നേരത്തെ ഉള്ള ഷോയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അതിനെ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഈ സിനിമ ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു. പക്ഷേ ഇന്നലെ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് ചുമ്മാ. അപ്പോൾ നമുക്ക് നടക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 6:15 ആയപ്പോൾ തന്നെ ഇറങ്ങി. സാധാരണ ഞങ്ങളൊരു 6:30 കഴിയുമ്പോഴൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു 6:30 ആകാറാകുമ്പോഴേക്കും 6:25 ടൈമിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു. കാരണം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 8:30 8:45 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങണം. എലമെൻറ്റ്സ് മോളിലാണ്ട് അധികം ദൂരമില്ല. രാവിലെ ആകുമ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. ആദ്യമായിട്ടാണ് രാവിലെ 9 മണിക്കത്തെ ഷോയൊക്കെ പോയി കാണുന്നത്. സാധാരണ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം രാത്രിയിൽ ആ ഒരു ടൈമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് അതിനൊന്നും ആക്ച്വലി സീറ്റ് കിട്ടിയില്ല. രാവിലെ 9 മണിക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം കുറവായിരിക്കുമല്ലോ ഈ രാവിലെ 9 മണിക്കൊക്കെ സിനിമ കാണാൻ വരുന്നത്. ഈ സിനിമ ഞങ്ങൾ കാണണമെന്നേ വിചാരിച്ചില്ല. പ്രത്യേകിച്ച് ഞാൻ കാണണമെന്നേ വിചാരിച്ച സിനിമയല്ല. അത് കണ്ട് ശ്രീഹരിക്കത് പെട്ടെന്ന് ശനിയാഴ്ച രാത്രിയിൽ അത് കണ്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് കയറി ബുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ വേണ്ടെന്ന് കുറേ പറഞ്ഞു നോക്കി, പക്ഷേ നടന്നില്ല. ശ്രീഹരി നമുക്കത് കാണാമെന്നും പറഞ്ഞുകൊണ്ട് കയറി ബുക്ക് ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പം പാർക്കിലൊക്കെ എത്തി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ നല്ല തണുപ്പാണ്. വെട്ടം ഉണ്ടെങ്കിലും പുറത്ത് നല്ല വെട്ടമൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും. പക്ഷേ തണുപ്പ് ഒരുമാതിരി നല്ല തണുപ്പുണ്ട്. ഇങ്ങോട്ട് പാർക്ക് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ചെവിക്കകത്തോട് ഒരുമാതിരി എനിക്കിങ്ങനെ ഒരു തണുപ്പ് അങ്ങോട്ട് കയറാൻ തുടങ്ങും. ഈ പാർക്കിനകത്ത് കയറി നടക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും. അങ്ങനെ അത്യാവശ്യം ഇവിടെ വിൻ്റർ ആകാറായി. അങ്ങനെ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി. ഇത്തവണ സമ്മറൊക്കെ നല്ല സമ്മറൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു സമ്മറും നല്ല മഴയുള്ള ഒരു റെയിനി സീസണും ഒക്കെ ആയിരുന്നു. വിൻ്റർ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല വരാൻ പോകുന്നത്. ഈ വർഷം അങ്ങനെയായിരുന്നു കംപ്ലീറ്റ്. നല്ല പോലെ ചൂടും ഉണ്ടായിരുന്നു, നല്ല പോലെ മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു, നടന്നു. 1-2 റൗണ്ട് നടക്കുകയൊക്കെ ചെയ്തു. ഈ പാർക്കിന് നടുക്കൊരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലവും അതിൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ. അതിന് നടുക്കാണ് അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പം പെട്ടെന്ന് രാത്രി മീൻസ് സൂര്യൻ ഉദിക്കാനൊക്കെ താമസിക്കുന്ന ഒരു ടൈമല്ലേ, പെട്ടെന്ന് രാത്രി കൂടുതലുള്ള സമയമല്ല. അപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പം പരിപാടികൾ റെസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല. നേരെ കയറി പണി തുടങ്ങണം. എന്നിട്ട് 8:30 8:45 ആകുമ്പോഴത്തേനും ചോറും കുറച്ച് കൂട്ടാനും ഒക്കെ വെക്കണം. പിന്നെ നമ്മുടെ ലഞ്ചും ഉണ്ടാക്കണം. അത് ഞാൻ വെച്ചിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് മാത്രം, ആരോഗ്യം സ്ഥിതി ശരിയല്ലാത്തത്
ഇപ്പം മാത്രം ഞാനിപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നിർബന്ധിതയാകത്തുള്ളൂ. അല്ലാതെ മാക്സിമം ഞാൻ ഉണ്ടാക്കി തന്നെ ഇപ്പോൾ കഴിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും. കാരണം പണ്ടൊക്കെ നേരത്തെ ഇപ്പോൾ ഒരു കൊല്ലം മുന്നേയൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടൊക്കെ വരത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞങ്ങൾ മാക്സിമം പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറുമ പോലെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ആ പാക കാര്യങ്ങൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെന്താണ്, ആദ്യം ഞാനൊന്ന് മോര് കാച്ചി, ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള മോര് കാച്ചിയാണ്. അപ്പോൾ ശ്രീഹരി അപ്പുറത്ത് ചായ ഇടുന്നുണ്ട്. അപ്പം മോര് കാച്ചി അങ്ങ് വെക്കുകയാണ്. നമ്മുടെ സാധാരണ സിമ്പിൾ മോര് കാച്ചിയത് അത്രയേ ഉള്ളൂ, തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. മോര് കാച്ചി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയാവും. അപ്പം ഇതെല്ലാം ചായയുടെയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും കൂടി ഇടണം. ഗ്രീൻ പീസ് കുറുമ ആക്ച്വലി ഞാൻ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. വഴറ്റിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഞാനൊന്ന് വറുത്തിടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ അരപ്പിന് തേങ്ങയും പെരുംജീരകവും കൂടെ അരച്ച് ചേർക്കും. പിന്നെ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അതിനകത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിടും. അത്രേ ഉള്ളൂ ഗ്രീൻ പീസ് കുറുമ. പിന്നെ ഇത് നമ്മുടെ ചീരത്തോരൻ. ചീരയൊക്കെ ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ പുരട്ടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അതെല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ ഈ ചീരയ്ക്ക് പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു. കാരണം ഇതിനകത്തൊന്ന് വിചാരിച്ച പോലെ വെള്ളം അങ്ങോട്ട് ഇറങ്ങി വന്നില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് ശക്കല ഒരു അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തേങ്ങ ചിരകിയതും പെരുംജീരകവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്ത് ഈ ഗ്രീൻ പീസിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് ഇളക്കി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ രാത്രിയിലും ചപ്പാത്തിയുടെ കൂടെ ഈ കറിയാണ് എടുക്കുന്നത്. അപ്പം തേങ്ങ ഞാനൊന്ന് തിളപ്പിച്ചാണ്, ഒന്ന് വേവിച്ചിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് വറുത്തിടാം. കടുക് ചേർത്തു, ചെറിയുള്ളി ചേർത്തു. പിന്നെ ആ ചെറിയുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗരം മസാല ചേർക്കണം. അപ്പം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കടുക് വറുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. പിന്നെ കറിവേപ്പില ചേർക്കണം, അത് ഞാൻ മറന്നുപോയി. ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എളുപ്പത്തിലുള്ള ഒരു ഗ്രീൻ പീസ് കുറുമ റെഡിയായി. അപ്പോൾ അതങ്ങനെ അതും റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് അവിടെ വേഗം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കുറുമയെല്ലാം ഒന്ന് മാറ്റി വെക്കണം. രാത്രിയിലത്തേക്കുള്ളത് ഒരു പാത്രത്തിനകത്തേക്ക് ആക്കി വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുകയാണ്. അപ്പം ഇത് വൈകുന്നേരം അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളത് റെഡിയായി. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇത് ബാക്കി ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഗ്രീൻ പീസ് കുറുമയും ചേർത്തങ്ങ് കഴിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ ഒരു 8:50 ആക്ച്വലി ആയിട്ടുണ്ട്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും 9 മണിക്ക് തുറക്കത്തല്ലേ ഉള്ളൂ. 9:15 9:20 ആകുമ്പം ശരിക്കും സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പം നമ്മൾ എലമെൻറ്റ്സ് മോളിലെത്തി. ഇനി നേരെ തിയേറ്ററിലേക്ക് പോവുക, കയറിയിരിക്കുക. അപ്പോൾ ഒന്നും വലുതായിട്ടില്ലായിരുന്നു, ഷോപ്പ് പോലും തുറന്നിട്ടില്ലായിരുന്നു. 8:30 ഇപ്പോൾ എത്രയാണ്, ഒരു 9 മണി കഴിഞ്ഞു. ഞങ്ങൾ 9 മണി കഴിഞ്ഞപ്പോഴാണ് കയറി ചേർന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും അകത്ത് കയറി. അപ്പം ഞങ്ങൾ അവിടെ കയറി. ഇപ്പുറത്ത് രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. ഒരു വാട്ടർ ബോട്ടിൽ മാത്രം, ഒരു വെള്ളത്തിൻ്റെ കുപ്പി മാത്രം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കയറിയിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ഭയങ്കര സൈലൻസ്. ഞങ്ങൾ വിചാരിച്ചു ഇനി ആരുമില്ലേ എന്ന്. ഭയങ്കരമായ സൈലൻസ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ആയപ്പോൾ ഒരു പൊട്ട കാപ്പി മേടിച്ച് കുടിച്ചു. പൊട്ട
കാപ്പിയായിരുന്നു, ഒരു ഗുണമില്ലായിരുന്നു ആ കാപ്പി. അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് സിനിമയൊക്കെ കണ്ടു. സിനിമ ആക്ച്വലി നല്ല സിനിമയൊക്കെയാണ്. പിന്നെ വിഷമം, ഒരു സാഡ് സ്റ്റോറിയാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് വിഷമം, എനിക്ക് ഇങ്ങനെയുള്ള കരയുന്ന സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കരച്ചിലൊക്കെ വരും. അത് ഇന്ന ഈ സിനിമ ആയതുകൊണ്ടല്ല, എനിക്ക് കരയുന്ന ഏത് സിനിമ കണ്ടാലും ഞാൻ നല്ലപോലെ കരച്ചിൽ വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ കരയുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് എങ്ങും പോകുന്നില്ല, നേരെ പോയി, ഇപ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്, നേരെ പോയി ചോറുണ്ണുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് അത്യാവശ്യം ഈ വെയിലുണ്ടെങ്കിലും ഈ വെയിലൊന്നും വലിയൊരു ഈ സമയത്തുള്ള വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെട്ടം മാത്രമേ ഉള്ളൂ, വലിയൊരു ഇതൊന്നുമില്ല, ഒരു തണുത്ത ഫീല് തന്നെയാണ്. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് സമയം 12:30 12:45 ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അപ്പോൾ 1:30 ആയിട്ട് കഴിച്ചാൽ മതി. ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കാമെന്ന്. അപ്പം താറാമുട്ടയാണ്, അപ്പം അത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പപ്പടം ഇരിപ്പുണ്ട്, അതും കൂടെ കാച്ചി കഴിഞ്ഞാൽ പുളിശ്ശേരിയും ചീരത്തോരനും മുട്ട പൊരിച്ചതും പപ്പടവും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയല്ല ഞാൻ ഇട്ടത്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സബോളയാണ് അരിഞ്ഞിട്ടത്. എനിക്കാണെങ്കിൽ ഈ പ്രത്യേകിച്ച് താറാമുട്ടയൊക്കെ പൊരിക്കുമ്പം ഒരു ഉള്ളിയൊക്കെ ചേർക്കണം, സബോളയൊക്കെ ചേർത്ത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് പൊരിച്ചില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഈ താറാമുട്ടയൊക്കെ. കോഴിമുട്ടയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ബുൾസയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ താറാമുട്ടയിൽ എനിക്കത് താറാമുട്ട എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. അപ്പം ഞാൻ കുറച്ച് സബോളയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും അതെല്ലാം കൂടെ ചേർത്താണ് പൊരിച്ചെടുത്തത്. പിന്നെ നമ്മൾ പപ്പടം ഇരിപ്പുള്ളത് കൊണ്ട് അതും കൂടെ കാച്ചി, അങ്ങനെ ചെറിയ ഒരു ലഞ്ചായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി കിടന്നുറങ്ങി ആക്ച്വലി. ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പം ലഞ്ച് ഇതൊക്കെയായിരുന്നു, ചീരത്തോരൻ, പിന്നെന്താണ് മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ മോര് കാച്ചിയത്, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഇതെല്ലാം കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് കയറി കിടന്ന് നല്ലൊരു ഉറക്കം പാസ്സാക്കി. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം നമ്മൾ KPN പോവാണ്, നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയാണ്, അതെല്ലാം വാങ്ങിക്കാൻ. അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്ലോഗ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. രാത്രി ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാൻ ഗ്രീൻ പീസ് കറി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ വെച്ചിട്ടുള്ളതുകൊണ്ട് അതുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയും കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ KPN പോകണം. അവിടെ ആണെങ്കിൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലത്തെ ഭയങ്കര തിരക്കുമായിരിക്കും, പക്ഷേ അവിടെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് കിട്ടുന്നത് ഈ KPN ഞായറാഴ്ചകളിലും ആയിരിക്കും, പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകുന്നേര സമയത്തായിരിക്കും. അപ്പം അങ്ങനെ ആ സമയത്ത് പോകാൻ എനിക്ക് കൂടുതലും ഇഷ്ടം. തിരക്കാണേലും എല്ലാ കാര്യങ്ങളും കാണും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പച്ചക്കറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഗ്രോസറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു സൺഡേ വ്ളോഗായിരുന്നു. വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു സൺഡേ ഇൻ മൈ ലൈഫ് പോലെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.